വൽ അസ്രി, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അസ്ർ എന്ന ആ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ അസ്രി, വൈകുന്നേര സമയം തന്നെയാണ് സത്യം. സമയങ്ങളെ കൂട്ടത്തിൽ വലിയ ബഹുമാനമുള്ളൊരു സമയമാണ് വൈകുന്നേര സമയം. വൈകുന്നേര സമയം നല്ല ബഹുമാനമുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങാൻ പറ്റാത്തത്. അസുറിന്റെ ശേഷം ഉറങ്ങലും നന്നല്ല, ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. ഞാൻ വിളിച്ചല്ലേ തഴവ ഉസ്താദ് ആ വരിയിൽ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെല്ലിയതാ. നിങ്ങൾ പോത്തേന്ന് ഞാൻ പറഞ്ഞോട് സംവേദനമാക്കി പറഞ്ഞത് പറയരുത്. ജലിയയിൽ അങ്ങനെയല്ല, അതുകൊണ്ട് അത് ഉദ്ദേശിച്ചാണ്. അല്ല, ആ നേരത്തെ ഉറങ്ങണാർക്ക് പറയാൻ പറ്റിയൊരു പേരായതുകൊണ്ട് ആ പേര് പറഞ്ഞാൽ ക്ഷീണാധികമുള്ള ആൾക്കാരൊക്കെ ഉറങ്ങട്ടെ. അത് ഇത് പരിധിന്ന് പുറത്താണ്. അസുഖമുള്ള ആൾക്കാർ രാത്രി ഉറക്കം വെച്ചു, ഓലൊക്കെ പരിധിക്ക് പുറത്താണ്. ഓലെ നമ്മൾ കുറ്റം പറയണം. ഇന്നലെ രാത്രി ഉറക്കം വെച്ച ആള്, അയാൾ എപ്പോഴാണ് ഉറങ്ങുന്നത്, എപ്പോഴും ഉറങ്ങുന്നത്, ഇത് വേറെ. അല്ലെങ്കിൽ രോഗം ബാധിച്ച ആള്, ക്ഷീണിക്കുന്ന ആൾ, ഓലൊക്കെ ഉറക്കും. ഇതങ്ങനല്ല. അസുറിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അത് നല്ല ബഹുമാനമുള്ള സമയമാണ്. സത്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന സമയപ്പോഴാണ് അസുറിന്റെ ശേഷം. ഫതുഹുൽ മുഈനിൽ നോക്ക് നിങ്ങൾ, ബാബുൽ ലൈമാനിൽ കാണാം. സത്യം ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരുങ്ങിയാൽ എപ്പോഴാണ് ദിവസം തിരഞ്ഞെടുക്കേണ്ടത്? വെള്ളിയാഴ്ച. സമയപ്പോഴാ? അസുറിന്റെ ശേഷം. ബഹുമാനപ്പെട്ട മമ്പറത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മമ്പറത്തുപ്പാപ്പ സത്യത്തിന് വേണ്ടി നിശ്ചയിച്ചു വെച്ചൊരു പള്ളിയുണ്ട് കൊടിഞ്ഞി. അവിടെ നിങ്ങൾ പോയിട്ട് സത്യം ചെയ്യാൻ രണ്ടു കൂട്ടരും പോയി ഡേറ്റ് വെച്ച് നോക്കി. അവര് വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന് അങ്ങോട്ട് എത്താൻ പറയും. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് മിമ്പറിന്റെ മുന്നിൽ നിന്ന് ഇമാമിന്റെ വക ഒരു പ്രസംഗം ഉണ്ടാവും. ഏകദേശം സത്യത്തിൽ എന്തെങ്കിലും ഇളക്കുള്ള ആളാണെങ്കിൽ ഞാൻ സത്യത്തിനില്ല, ഞങ്ങൾ പോകണം, അസ്സലാമു അലൈക്കും എന്ന് പോകും. കാരണം സത്യത്തിന്റെ ഗൗരവം അറിയിക്കാണ്. അസ്റിന്റെ ശേഷം ആരെങ്കിലും കള്ളസത്യം ചെയ്താൽ അല്ലാഹു തആല അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വളരെ ഗൗരവമുള്ളത്. അസറിന്റെ ശേഷമുള്ള സമയം ചെറിയ സമയമല്ല, നല്ല ബഹുമാനം അർഹിക്കുന്ന സമയമാണ്. ആ സമയം തെരഞ്ഞെടുത്തുകൊണ്ട് സത്യത്തിന് വേണ്ടി സത്യത്തിന്റെ ഗൗരവം അറിയിക്കാനാണത്. അസറിന്റെ ശേഷം പഠിക്കുന്നതിന് കുഴപ്പമില്ല, നടക്കുന്നതിനും കുഴപ്പമില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അസറിന്റെ നേരം എന്ന് പറയുന്നത് ബഹുമാനം അർഹിക്കുന്ന നേരാണ്. അവിടെ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്ന ഒരു തഫ്സീർ ഉണ്ട്, ഒരു ആകർഷണീയമായ തഫ്സീർ. മഹാനവറുകൾ പറയുന്നു, ഓരോ ദിവസത്തെ അസുറും ഓരോ വിശ്വാസിയുടെയും കണക്കെടുപ്പിന്റെ നേരമാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. സത്യത്തിൽ ഒരു ഖിയാമത്ത് നാളിന്റെ പ്രതീതിയാണ് വരുന്നത്. പകല് മുഴുവനും കഴിഞ്ഞ് വൈകുന്നേരമായി. മനുഷ്യൻ അന്നന്ന് കണക്കെടുപ്പിന്റെ നേരമാണ്. ഒരു വീട്ടിലെ 5 മക്കളുണ്ട്. 5 മക്കളുടെയും കമ്പനി മാനേജ് ചെയ്യുന്ന ഉപ്പ രാത്രി വീട്ടിലേക്ക് എത്തിയാൽ മക്കൾ വന്ന് ചോദിക്കും, ഉപ്പ ഇന്ന് എന്റെ കമ്പനിയിൽ എന്റെ കടയിൽ എത്ര ചെലവുണ്ട്, എത്ര വരവുണ്ട്? ഉപ്പ പറയും, നിന്റെ കടയിൽ നിന്ന് ചെലവ് കൂടുതലാണ്, വരവ് കുറവാണ്. രണ്ടാമത്തെ മോനോട് ചെലവ് നല്ലോണം ഒന്നുമില്ല, പക്ഷേ വരവ് കൂടുതലാണ്, ഇന്നലത്തെക്കാളും വരവുണ്ട്. ഇതേ കണക്ക് പറയുമ്പോ മക്കൾ രാത്രി സന്തോഷിക്കൂലേ? അപ്പൊ ഖിയാമത്ത് നാളിന്റെ പ്രതീതിയാണ് ഓരോ വൈകുന്നേരങ്ങളും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കണക്കെടുപ്പിന്റെ നേരമാണ്, ചിന്തിക്കേണ്ട നേരമാണ്. പകൽ അവസാനിക്കാൻ പോവുകയാണ്. ഇത്രയും വിശാലമായ പകൽ സമയം അസ്റോടുകൂടെ തീരാൻ പോവുകയാണ്. ചിന്തിക്കേണ്ട നേരമാണ്. ഇന്നെന്റെ സായാഹനം അവസാനത്തതാകുമോ? നാളത്തെ അസ്റിലേക്ക് ബാക്കിയുണ്ടാവുകയില്ലേ? വൈകുന്നേര സമയത്തിന്റെ ബറക്കത്ത് മനസ്സിലാക്കണം. വൈകുന്നേര സമയത്ത് തീർത്താൽ തീരാത്ത ചരക്ക് കള്ളസത്യം ചെയ്ത ഒരാൾ വിറ്റാല് ലാ യൻദുറുല്ലാഹു ഇലൈഹി വലാ യുകല്ലിമുഹു വലഹു അദാബുൻ അലീം. അസ്റിന്റെ ശേഷം വിൽക്കുന്ന വസ്തു ചെലവാക്കാത്തത് കൊണ്ട് കള്ളസത്യം ചെയ്ത് വിറ്റു. അങ്ങനെ പോകുന്ന ആൾക്കാരോട് ചൈനയിൽ നിന്ന് ഇന്നലെ ഇറക്കിയതാണ്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നല്ല, അതിന്റെ കമ്പനി കോഴിക്കോട്ട്. ചൈനയിൽ ഇന്നലെ ഇറക്കിയ സാധനം പുതിയ സാധനമാണ്. ഇപ്പൊ വാങ്ങുന്ന ആൾക്ക് 150, നാളെ കിട്ടുന്ന 150 കിട്ടൂലട്ടോ. നാളെ അല്പം 120 കറങ്ങി. അപ്പൊ അയാള് ചൈന എന്ന് പറഞ്ഞതും പല കള്ള വാക്കുകൾ പറഞ്ഞതും നമുക്ക് സംഗതി ചെലവാകാനാണ്. അങ്ങനെ അങ്ങോട്ട് കച്ചവടം ചെയ്താൽ അസറിന്റെ ശേഷം ഒന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? ആൾക്കാർ വീട്ടിൽ പോയി പിന്നെ ആരും വാങ്ങാൻ വരൂല. അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് സംസാരിക്കുമ്പോൾ റഹ്മത്തിന്റെ നിലക്ക് അവനോട് സംസാരിക്കൂല.
അവന് കടുത്ത ശിക്ഷയുണ്ട്. അസുറിന്റെ നേരമാണ്, ആ നേരത്തെ പരിഗണിക്കണം, നല്ലോണം പരിഗണിക്കേണ്ട ഒരു സമയമാണ്. എന്നിട്ട് മഹാന്മാര് പഠിപ്പിച്ചു അസുർ വിഷയമുണ്ട്. വല്ല അസുരി അസുർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള നിസ്കാരമാണ് അസുർ നിസ്കാരം. അല്ലാഹു ഖുർആനിൽ 2 നിസ്കാരങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ, വൽ അസ്രി വൽ ഫജ്രി. അതുകൊണ്ട് ഇനി മറ്റാൾ പറഞ്ഞ പോലെ ദുഹറും ഇല്ല മറ്റൊന്നുമില്ല എന്ന് പറയാൻ കണ്ടോ, അതൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ കാണാതായപ്പോ ഒരാൾ പറഞ്ഞില്ല അങ്ങനെ മറ്റൊന്നുമില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ 2 നിസ്കാരത്തിന്റെ മഹത്വം അറിയിക്കാനാണ്. അസ്റിന്റെ നിസ്കാരത്തിനും ഫജ്റിന്റെ നിസ്കാരത്തിനും ളുഹറിലും മഗ്രിബിലും ഇശാഇലും ഇല്ലാത്ത ചില മഹത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫൈൻ ഇസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു നിസ്കാരത്തിന്റെ ജമാഅത്തിലും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു ജമാഅത്തിലും സംബന്ധിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ 2 ജമാഅത്തും മുടക്കരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാണത്? ഒന്ന് സുബ്ഹി, മറ്റൊന്ന് അസ്ർ. അസ്ർ നിസ്കാരത്തെ പറ്റിയല്ലേ സ്വലാത്തുൽ ഉസ്താ എന്ന് പറഞ്ഞത്. ഹാഫിളൂ അലസ് സ്വലവാതി വസ്സലാത്തിൽ ഉസ്താ. ദീനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, വൽ അഖ്റബു അന്നഹൽ അസ്ർ. സ്വലാത്തുൽ ഉസ്ത നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിഗണിക്കണം. കുറെ അഭിപ്രായങ്ങളുണ്ട്, എന്നാൽ കൂടുതൽ യാഥാർത്ഥ്യത്തോട് യോജിച്ച അഭിപ്രായം അത് അസ്റാണ്. ആ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിനാണ് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് ദുആ ചെയ്തത്. മുൻപല്ല് പൊട്ടിയിട്ട് ശത്രുക്കൾക്കെതിരെ ദ്വാരക്കാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖമ്മത്തിന്റെ ഏറുകൊണ്ട് നെറ്റിയിൽ നിന്ന് രക്തം ഇങ്ങനെ ഉറ്റി വീണു. നിലക്കാത്ത രക്തത്തിന്റെ പ്രവാഹം അവസാനിച്ചത് ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായ കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് നെറ്റിയിൽ പിടിച്ചിങ്ങനെ അമർത്തി വെച്ച ശേഷമാണ് രക്തം നിലച്ചുപോയത്. എന്നിട്ടും അവർക്കെതിരെ തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. ഉഹദിൽ ഒരുപാട് നിലക്ക് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാളും വലിയ കഷ്ടപ്പാട് ത്വായിഫിൽ തങ്ങൾക്ക് നേരെ വരുത്തിയിട്ടുണ്ട്. അകന്ന കുടുംബക്കാരിൽ നിന്നാണെങ്കിലും പ്രതീക്ഷയ്ക്ക് എതിരായിരുന്നു ആ മർദ്ദനം. അപ്പോഴൊന്നും ദ്വാരക്കാത്ത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ദുആ ചെയ്തത് ഖന്തഖിൽ വെച്ചാണ്. മുശ്രിക്കുകളും ബനൂ ഖുറൈളക്കാരും സംയുക്തമായി അവിടുത്തെ അസ്ർ നിസ്കാരത്തിന്റെ സമയം അങ്ങ് നീക്കിയപ്പോൾ തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ശരീരത്തിൽ എന്തും സഹിക്കാം, സ്വന്തം ശരീരത്തിൽ എന്തും വേണമെങ്കിൽ സഹിക്കാം, പക്ഷേ അല്ലാഹുവിനോടുള്ള മുനാജാത്ത്, അതും അസ്ർ നിസ്കാരം മുടങ്ങിക്കൂടാ. അവിടെയാണ് തങ്ങൾ ദുആ ചെയ്തത്, മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ ശഗലൂന അനിസ് സ്വലാത്തിൽ വുസ്താ. അല്ലാഹു അവരുടെ ഭവനങ്ങളും അവരുടെ കുടിമാടങ്ങളും അഗ്നി കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. അസ്ർ നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വരെ മാറ്റിക്കളഞ്ഞല്ലോ. തങ്ങൾ വല്ലാതെ പരിഗണിക്കുന്ന അസ്ർ നിസ്കാരം ഒരു സമയം അങ്ങ് നീങ്ങിയപ്പോ തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിനോടുള്ള മുനാജാത്ത്, അതും അസ്റിലുള്ള മുനാജാത്ത് മുടങ്ങിക്കൂടാ. അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആൾക്ക് ബറക്കത്ത് കുറയും. മൻ ഫാതതുഹു സ്വലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ ഫകഅന്നമാ ഉത്റ അഹ്ലുഹു വമാലുഹു സദഖ റസൂലുള്ളാഹി. മോന്റെ കുടുംബത്തിലും മോന്റെ സമ്പത്തിലൊക്കെ തകരാറും ആപത്തും മുസീബത്തും. നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ ആരോ ചെയ്താണ്, ആരും ചെയ്തല്ല. മട്ടത്തിൽ അസ്റും സുബിയൊന്നും